Good morning. Good morning, Miss. Good morning. സ്റ്റുഡൻസ് കേറുന്നേ ഉള്ളല്ലേ? എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? Yes. കഴിച്ചു അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് പ്രയർ സ്റ്റാർട്ട് ചെയ്യാം. ആരാ പ്രയർ? പ്രയർ ചെയ്തോളൂ കേട്ടോ. പ്രയറിന് ആളില്ലേ? ഒരാള് ചെയ്യൂ, ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി. സബിത പ്രയർ ചെയ്യാമോ? ഹലോ, ഗുഡ് മോർണിംഗ് മാം. ആരും ഇല്ലെങ്കിൽ ഞാൻ ചെയ്യട്ടെ ബ്രദർ. ചെയ്തോളൂ. ചന്തമേറിയും ശവളഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരുകടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങും ഈശ്വനെ വാഴ്ത്തുവിൻ. താങ്ക് യു മാം. സൈലിൻ ആരാണ്? Sabida. I tell a story. The fox and the crow. Once a hungry crow got a piece of bread. She flew with it to a tree. She was about to eat the bread. Soon a fox came there. He wanted to get that piece of bread. The cunning fox said, "Oh, my dear crow, how beautiful you are. Surely you have a sweet voice. Can you please sing a song for me?" The crow felt proud on hearing this. She opened her mouth to sing. Lo, the piece of bread fell down. The fox picked it up. He laughed at the crow and walked away. Thank you. Okay. Then thought ഉണ്ടോ? Thought of the day. തോട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെയ്തോ? ഓർമ്മയില്ലേ? കലോറി ചാർട്ട് തന്നിട്ടുണ്ടായിരുന്നില്ലേ? ചെയ്തു? എല്ലാവരും ചെയ്തു? ആരൊക്കെയാ ചെയ്തിട്ടുള്ളത്? ആരതി ചെയ്തു. ബാക്കിയുള്ളവർ ആരൊക്കെയാ? എല്ലാവരോടും ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കീർത്തന ചെയ്തായിരുന്നോ? കീർത്തന ചെയ്തിട്ടുണ്ട് മാം. ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഒന്ന് റീഡ് ചെയ്യാമോ? ജിൻസി രാജീവ് ഒന്ന് റീഡ് ചെയ്യാമോ? മാം, ഞാൻ എഴുതിയത് മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് 3 times. മൺഡേ ആണ് ഞാൻ എഴുതിയേക്കുന്നത്. മൺഡേ മോർണിംഗ്
2 dosas, 1 cup sambar, ഒരു ടീ. Calories 168 2 dosas, 90 140 tea, 166 sambar. Total 546 calories വന്നിട്ടുണ്ട് മോർണിംഗ്. മാം ചായയുടെ എത്രയാ? ചായയുടെ മിൽക്ക് ടീ ആണ് മാം, അത് വന്ന് 140 വന്നിട്ടുണ്ട്. 140 ഉണ്ടല്ലേ? ആ, മിൽക്ക് ഷുഗർ എല്ലാം ചേർന്ന് വന്നപ്പോ ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു, അപ്പൊ അതൊരു 140 പറയുന്നത്. അപ്പൊ ടോട്ടൽ കാലറി എത്രയാ ബ്രേക്ക്ഫാസ്റ്റിന്റെ? ബ്രേക്ക്ഫാസ്റ്റ് 546. 546 അല്ലേ? ആഫ്റ്റർനൂൺ 1 കപ്പ് റൈസ്, 1 കപ്പ് സാമ്പാർ, ലേഡീസ് ഫിംഗർ ഫ്രൈ. അതില് 240 റൈസ്, 140 സാമ്പാർ, 166 ലേഡീസ് ഫിംഗർ ഫ്രൈ. അതെല്ലാം ചേർത്ത് 450 വന്നിട്ടുണ്ട് മാം ആഫ്റ്റർനൂൺ. 450. നൈറ്റ് 2 ചപ്പാത്തീസ്, 1 എഗ് കറി. അത് വന്നിട്ട് 240 പ്ലസ് 211 വന്നിട്ടുണ്ട്. അത് രണ്ടും. ഇതിന്റെ ഇടയിൽ മോർണിംഗ് ഒരു ടീയും ഈവനിങ് ഒരു ടീയും കൂടെ വരുന്നുണ്ട്. അപ്പൊ എല്ലാം ചേർത്ത് അന്നേക്ക് എനിക്ക് 1466 കാലറി യൂസ് ചെയ്തിട്ടുണ്ട് മൺഡേ ഞാൻ. അത് ഒരു ബനാന ഉണ്ടായിരുന്നു മാം, അതിന്റെ കൂടെ ഒരു 90 കൂടെ ചേർക്കണം. അത്രയും വന്നിട്ടുണ്ട്. ഇനി ആരാണ്? ആരതി എഴുതിയിട്ടുണ്ടോ? ഉണ്ട് മാം. ഇത് കഴിഞ്ഞ തേഴ്സ്ഡേത്തെയാണ് ഞാൻ എഴുതിയത്. തേഴ്സ്ഡേ പറഞ്ഞാൽ ഞാൻ മോർണിംഗ് ഒരു ഏത്തപ്പഴം എടുത്ത് പിന്നെ ഒരു ബ്ലാക്ക് ടീ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ഏത്തപ്പഴം ഒരു 115 പ്ലസ് 30 ആണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കുറച്ച്, ഞാൻ അളവ് കുറവാണ് കഴിക്കുന്നത്, അപ്പൊ എനിക്ക് 130 ആണ് വന്നത്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കൂടെ 43, പിന്നെ 98 വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ഞാൻ ഒരു ചപ്പാത്തിയും കുറച്ച് സബ്ജി വെജിറ്റബിളും കൂടെ എടുത്ത് കഴിച്ചായിരുന്നു. അപ്പൊ 500 വന്നു. അപ്പൊ എനിക്ക് അന്ന് 946 ആണ് വന്നത്. പിന്നെ ഞാന് സാറ്റർഡേ സൺഡേ വീക്കെൻഡിൽ കുറച്ച് ഹെവി ആയിട്ട് ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അന്ന് കുറച്ച് കൂടുതൽ വന്നു, 1828 വന്നു. ചപ്പാത്തിയും പനീർ, കടല എന്ന് പറഞ്ഞ, പിന്നെ കേക്ക്, പേസ്ട്രി ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ടോട്ടൽ ഞാൻ ഒരാഴ്ച കഴിച്ചത് പറയണെങ്കിൽ 6300 സംതിങ്, ഒരു 4-5 ദിവസത്തെ കണക്കാക്കുമ്പോ 6310 കാലറിയോളം വന്നിട്ടുണ്ടായിരുന്നു. ഇനി ആരാണ് എഴുതിയിട്ടുള്ളത്? സബിത എഴുതിയിട്ടില്ലേ? സബിത എഴുതിയില്ല. എന്താണ് എഴുതാൻ? എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്ന ആളുടെ കാലറി എഴുതണമെന്ന്. വിട്ടുപോയി. നാളെ ഉണ്ട് ക്ലാസ്, അപ്പൊ നാളെ എഴുതിയിട്ട് വരിക കേട്ടോ. ഓക്കെ ശരി. അല്ലൂസ് എന്ന് പറയുന്ന സ്റ്റുഡന്റ് എഴുതിയിട്ടുണ്ടോ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? അല്ലൂസാലി ഇല്ല. എന്ത് പറ്റി എഴുതാതിരുന്നേ? വെരി ഗുഡ്. എഴുതിയിട്ടില്ല. ആരും എഴുതിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അർസുനവാസ് എഴുതിയിട്ടുണ്ടോ? അർസുനവാസ് ഇല്ല മിസ്സേ. എന്ത് പറ്റി? ഒരാഴ്ച ഇച്ചിരി തിരക്കിലായിരുന്നു. നമിത എഴുതിയിട്ടുണ്ടോ? നാളെ എഴുതിക്കൊണ്ടുവരണം കേട്ടോ, എഴുതാത്ത ആളുകള്. എല്ലാവരും നാളെ എഴുതിക്കൊണ്ട് വരിക. ഓക്കെ. എന്തെങ്കിലും ആക്ഷൻ സോങ് എന്തെങ്കിലും പ്രസന്റ് ചെയ്യാനുണ്ടോ? സ്റ്റോറിയോ എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രസന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ആക്ഷൻ സോങ്, സ്റ്റോറി ഒന്നുമില്ല.
ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാൽന്യൂട്രീഷൻ ആണ് പറഞ്ഞത് അല്ലെ? കുറച്ച് കാര്യങ്ങൾ മാൽന്യൂട്രീഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് 14 പേജ് നമ്പർ 14 എടുക്കുക, എന്നിട്ട് അതൊന്ന് റീഡ് ചെയ്യാം കേട്ടോ. ആദ്യം എല്ലാവരും മൈൻഡിൽ റീഡ് ചെയ്യുക, അത് കഴിഞ്ഞ് ഞാൻ ഒരാളെ കൊണ്ട് വായിപ്പിക്കാം. റീഡ് ചെയ്തതിന് ശേഷം തമ്പ് ചെയ്യാം കേട്ടോ. റീഡ് ചെയ്ത് കഴിഞ്ഞാൽ തമ്പ് ചെയ്യാം. ഓക്കെ, ഒരാളൊന്ന് വായിക്കാമോ? സബിത, റീഡ് ചെയ്യാമോ? Malnutrition. Malnutrition is the condition that occurs when the body നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. നെക്സ്റ്റ് പേജ് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. malnutrition gives rise to the following conditions: physical conditions, bad postures, standing, writing, sitting, pale face, draw signs, laziness, easy fatigue, awareness of diseases, poor eyesight, and underweight. Mental conditions: passiveness, forgetful memory, gloominess, slow comprehension and irritation, lack of attention and concentration. എന്താ മനസ്സിലായത്? ഫിസിക്കൽ കണ്ടീഷൻസ്, ശാരീരികമായി നമ്മുടെ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട് ബാഡ് പോസ്റ്റേഴ്സ്, അതായത് സ്റ്റാൻഡിങ്, റൈറ്റിംഗ്, സിറ്റിംഗ്, അതൊക്കെ. ഡ്രോസിനസ്, അതെന്താണ്? ഡ്രോസിനസ് എന്ന് പറഞ്ഞാൽ മയക്കമാണ്, മയക്കം. ലേസിനസ്, ഒന്നിനോടും ഒരു ഉന്മേഷമില്ലാത്ത. ഈസി ഫാറ്റീഗ്, കൊഴുപ്പടിയുന്നതിന്റെ ആണോ? ഈസി ഫാറ്റിക് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ക്ഷീണിക്കുക എന്നുള്ളതാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ക്ഷീണിക്കുക, ടയേർഡ് ആവുക. ഓക്കെ. അവയർനെസ് ഓഫ് ഡിസീസസ്, അസുഖങ്ങളെ കുറിച്ചുള്ള അറിവ്. പ്യുവർ ഐസൈറ്റ്, കാഴ്ചയിൽ കുറവ്. അണ്ടർ വെയിറ്റ്, നമുക്ക് വേണ്ട, ബോഡിക്ക് വേണ്ടതിനെക്കാട്ടിലും വെയിറ്റ് കുറവ്. അതൊക്കെയാണ് ഫിസിക്കൽ കണ്ടീഷൻസ്. മെന്റൽ കണ്ടീഷൻസ്: പാസീവ്നെസ്, ഫോർഗെറ്റ്ഫുൾ മെമ്മറി, ഓർത്തെടുക്കാൻ കഴിയാത്ത കാര്യങ്ങള്, മറന്നു. പാസീവ്നെസ് എന്ന് വെച്ചാൽ മറവിയല്ലേ? മറവിയാണോ പാസീവ്നെസ്? ആണോ, മറവിയാണോ പാസീവ്നെസ്? ഒന്ന് എന്താ പാസീവ്നെസ്? എന്താ മറ്റുള്ളവര് ഒന്ന് പറയൂ. പാസീവ്നെസ് എന്താ? കേൾക്കുന്നില്ല. പാസീവ്നെസ് നിഷ്ക്രിയത്വമല്ല മാം? നിഷ്ക്രിയത്വം എന്നാണ് അല്ലേ? അതായത് പെട്ടെന്ന് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, പെട്ടെന്ന് സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ പറയാം. അതായത് ഒന്നിനും നമുക്ക് നമ്മുടെ മൈൻഡ് നമ്മളുടെ തീരുമാനങ്ങളോട് യോജിക്കാത്ത ഒരവസ്ഥ, അങ്ങനെ കുറച്ച്. അതായത് നമ്മുടെ മെന്റൽ കണ്ടീഷനാണ് ചില സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. അതൊക്കെയാണ് പാസീവ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, റീഡ് ചെയ്തോളൂ സവിത. ഫോർഗെറ്റ്ഫുൾ മെമ്മറി, നമ്മൾ ഓർമ്മശക്തിയിൽ ഓർത്തെടുക്കാൻ കഴിയാത്തത്. ഗ്ലൂമിനസ്, സ്ലോ കോംപ്രഹെൻഷൻ ആൻഡ് ഇറിറ്റേഷൻ. എപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടാവുക, ഇറിറ്റേഷൻ ഉണ്ട്. അതെ അതെ.
ലാക്ക് ഓഫ് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ശ്രദ്ധയില്ലാതെ ഇരിക്കുക, കോൺസെൻട്രേഷൻ അത് വേണ്ട രീതിയിൽ ചെയ്യാതിരിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. യെസ്. അപ്പോ മാൽന്യൂട്രീഷൻ കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാല് ബാഡ് പോസ്റ്റേഴ്സ്, അതായത് നമുക്ക് മോശം ചില പോസ്റ്ററുകൾ, അതായത് നമ്മൾ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ എഴുതുന്ന സമയത്തോ ഇരിക്കുന്ന സമയത്തോ നമ്മൾക്ക് നേരാൻ വണ്ണം നമ്മുടെ ശരീരം എന്താണ് ശരിയായ രീതിയിൽ പോസ്റ്ററിൽ ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ശരീരം നീണ്ടു നിവർന്നാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ചിലപ്പോ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നേരെയാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ നേരെയാണോ ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ഇരുന്ന് നോക്കുമ്പോൾ. അപ്പോ അത് ഇല്ലാത്ത അവസ്ഥ, അതായത് ബാഡ് പോസ്റ്റേഴ്സിലേക്ക് ശരീരം പോവുക. പിന്നെ ഫെയിൽ ഫേസ് ആണ്. ഫെയിൽ ഫേസ് എന്ന് പറഞ്ഞാല് വിളർച്ചയാണ്, വിളറിയ മുഖം എന്ന് പറയും. ഓക്കെ. പിന്നെ ഡ്രൗസിനെസ് എന്ന് പറഞ്ഞാൽ മയക്കമാണ്, ലേസിനെസ് ക്ഷീണം, അതുപോലെ ഈസി ഫാറ്റിക്, പെട്ടെന്ന് ടയേർഡ് ആവുക. അവയർനെസ് ഓഫ് ഡിസീസസ് അത് നിങ്ങൾ അവിടെ വിട്ടോളൂ, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം എന്താണെന്ന്. എന്നിട്ട് അതൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുവർ ഐസൈറ്റ് ആൻഡ് അണ്ടർ വെയിറ്റ്, അതായത് ശരിയായിട്ടുള്ള കാഴ്ചശക്തി, അതായത് മങ്ങിയ കാഴ്ച ഉണ്ടാവുക, തീരെ അതായത് അണ്ടർ വെയിറ്റ് ആയി പോവുക, തീരെ വെയിറ്റ് കുറഞ്ഞു പോവുക, ഇത്തരത്തിലുള്ളതാണ് ഇതിന്റെ ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി മെന്റൽ കണ്ടീഷൻ എന്ന് പറയുന്നത് പാസീവ്നെസ് ആണ്, നേരത്തെ പറഞ്ഞു. പിന്നെ ഫോർഗോട്ട്ഫുൾ മെമ്മറി, പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയാത്തത്, ഗ്ലൂമിനെസ്, മടി, അതുപോലെ തന്നെ സ്ലോ കംപ്രഷൻ ആൻഡ് ഇറിറ്റേഷൻ, അതായത് വളരെ പതുക്കെ അല്ലെങ്കിൽ സ്ലോലി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, അതായത് മന്ദഗതിയിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് നമ്മുടെ മനസ്സിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, ഇറിറ്റേഷൻസ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത, കോൺസെൻട്രേഷൻ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളാണ് മെന്റൽ കണ്ടീഷനിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഇതാണ് രണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തതെന്ന് ഒരാളൊന്ന് വായിച്ചോളൂ. ബാലൻസ്ഡ് ഫുഡ് ഓർ ഡയറ്റ്. ഞാൻ വായിക്കട്ടെ മാഡം. വായിച്ചോളൂ. Balanced food or diet. The food which contains all required nutrition and has the essential calorie value is called balanced food. A balanced diet is very important for growing children. A balanced diet contains roughly 400 calories of protein, 900 calories of fat, and 1,700 calories of carbohydrates. While selecting food from not only the calorie value but the nutritional value also should be taken into account, especially when it is meant for children, because they require nutritious food for their proper growth. എന്താ പറയുന്നത് സു? ബാലൻസ്ഡ് ഫുഡ് എല്ലാം ന്യൂട്രീഷൻ, ബാലൻസ്ഡ് ഫുഡ് എല്ലാ ന്യൂട്രീഷനും എസെൻഷ്യൽ കാലറി വാല്യൂസ് ഉള്ളതാണ് ബാലൻസ്ഡ് ഫുഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ബാലൻസ് ഡയറ്റിൽ ഗ്രോയിങ് ചിൽഡ്രന് വേണ്ടി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിന് റഫ്ലി 400 കാലറീസ് ഓഫ് പ്രോട്ടീൻസ് വേണം ആ ഫുഡിനകത്ത്, പിന്നെ 900 കാലറീസ് ഓഫ് ഫാറ്റ് വേണം, ആൻഡ് 1,700 കാലറീസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് വേണം. ഇപ്പോൾ ഈ ഫുഡ് ഐറ്റം സെലക്ട് ചെയ്യുമ്പോൾ കാലറി വാല്യൂ മാത്രമല്ല ന്യൂട്രീഷൻ വാല്യൂ കൂടെ നോക്കണം. അത് കൂടുതൽ പിള്ളേർക്ക് വേണ്ടിയാണ് മെന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് ന്യൂട്രീഷൻ ഫുഡ് പ്രോപ്പർ ഗ്രോത്തിന് വേണ്ടി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അപ്പോ നമ്മള് ഫുഡ് എന്ന് പറയുന്നത് അതിനകത്ത് ധാരാളം ന്യൂട്രിയൻസ് ഉണ്ട്, അതിനകത്ത് കലോറീസ് ഉണ്ട്. അപ്പൊ ഇത്തരത്തില് നമ്മള് പ്രോപ്പർ ആയിട്ട് കലോറി സെലക്ട് ചെയ്യുകയും അതിനകത്ത് വേണ്ട ന്യൂട്രിയൻസ് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റിലാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അവന്റെ വളർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ഇത് ബാലൻസ്ഡ് ഡയറ്റ്. ഇനി ബാലൻസ്ഡ് ഡയറ്റിൽ ഇവിടെ പറയുന്ന, അതായത് കോമൺ ആയിട്ട് പറയുന്ന കാര്യമാണ് 400 കലോറി ഓഫ് പ്രോട്ടീൻ, അതായത് പ്രോട്ടീന്റെ അളവ് 400 കലോറിയിൽ ഒതുങ്ങണം.
അതുപോലെ 900 calories of fat വേണം എന്ന് പറയുന്നുണ്ട്. Then 1700 calories of carbohydrate. അപ്പോ നമ്മള് ഫുഡ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കലോറി വാല്യൂ അല്ല ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ നോക്കേണ്ടത്. അതിനേക്കാളും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിന്റെ ന്യൂട്രീഷണൽ വാല്യൂവിനാണ്. ഓക്കെ, ന്യൂട്രീഷൻ ചില ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കും ഉണ്ടാവും. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ചെറുപയർ മുളപ്പിച്ചത്, അതിന്റെ കാലറീസ് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷെ അതിന്റെ ന്യൂട്രീഷ്യസ് വാല്യൂ കൂടുതലല്ലേ മറ്റെന്തിനേക്കാളും? കൂടുതലാണോ? ധാരാളം ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ, നമുക്ക് ന്യൂട്രീഷ്യസ് വാല്യൂ കിട്ടുന്ന ധാരാളം ഫുഡ് ഐറ്റംസ് ഉണ്ട്. പക്ഷെ എന്റെ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ സാധാ ചെറുപയർ പുഴുങ്ങിയതല്ല, ബോയിൽ ചെയ്തതല്ല ഞാൻ പറഞ്ഞത്, മുളപ്പിച്ചതിന് ശേഷം അത് കഴിക്കുന്നത്, സ്പ്രൗട്ടഡ് ആയിട്ട് അല്ലെ. അപ്പൊ അത് കുറച്ചും കൂടി എന്താണ് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാക്കും. അപ്പൊ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടത്, എത്രത്തോളം ന്യൂട്രീഷ്യസ് ആണ് അതിന്റെ ഗുണങ്ങൾ എന്നത് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഓക്കെ, ന്യൂട്രീഷൻ വാല്യൂ അനുസരിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കണം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് കൊടുക്കേണ്ടത്. അത് കൊടുത്തില്ലെങ്കിൽ അവരുടെ ഗ്രോത്തിന് അത് ചില തടസ്സങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ. ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. പ്രീ സ്കൂൾ ചിൽഡ്രന്റെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ താഴെ അതായത് 1 to 3 years ഉണ്ട്, 4 to 6 years ഉണ്ട്. ഈ സമയത്ത് കുട്ടികൾക്ക് എങ്ങനെയാണ്, എത്ര ഗ്രാം വീതമാണ് ഓരോ കാര്യങ്ങളും കൊടുക്കേണ്ടത്? ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നോക്കിയ നിങ്ങള് ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? റീഡ് ചെയ്യാമോ? Yes, ma'am. The following suggested balanced diet for children: food stuff, pulses, cereals, green vegetables, other vegetables, fruits, milk, oil and fat, meat. അങ്ങനെ പറഞ്ഞാൽ മതി മാം? മതി. അതായത് ഓരോന്നും പറയാ. അതായത് പൾസസ് 1 to 3 years ഉള്ള കുട്ടിക്ക് 150 grams ആണ്. അങ്ങനെ പറഞ്ഞോളൂ കേട്ടോ. പൾസസ് 1 to 3 years കുട്ടികൾക്ക് 150 grams, 4 to 6 years കുട്ടികൾക്ക് 200 grams. സെറിയാൽസ് 1 to 3 years ബേബീസിന് 50 grams, 4 to 6 years 60 grams. ഗ്രീൻ വെജിറ്റബിൾസ് വന്നിട്ട് 1 to 3 years ബേബീസ് 50 grams, 4 to 6 years ബേബീസ് 75 grams. അതർ വെജിറ്റബിൾസ് 1 to 3 years 30 grams, 4 to 6 years 50 grams. ഫ്രൂട്ട്സ് 1 to 3 years 50 grams, 4 to 6 years same 50 grams. Milk 1 to 3 years 300 grams, 4 to 6 years 250 grams. Oil and fat 1 to 3 years 20 grams, 4 to 6 years 25 grams. Meat and fish 1 to 3 years 30 grams, 4 to 6 years 30 grams. Sugar jaggery ഇതെല്ലാം ചേർത്ത് 1 to 3 years 30 grams, 4 to 6 years 40 grams. ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും 4 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും എങ്ങനെയാണ് ഫുഡ് ഐറ്റംസ് എത്ര ഗ്രാം വീതമാണ് കൊടുക്കേണ്ടത് എന്നാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പൾസസ് ഉണ്ട്, സിറിയൽസ് ഉണ്ട്, ഗ്രീൻ വെജിറ്റബിൾസ് ഉണ്ട്, അതർ വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രൂട്ട്സ്, മിൽക്ക്, ഓയിൽ ആൻഡ് ഫാറ്റ്, മീറ്റ് ആൻഡ് ഫിഷ്, ഷുഗർ ആൻഡ് ജാഗറി. അപ്പൊ ഒന്നും ഇവിടെ ഒഴിവാക്കിയിട്ടില്ല. നമ്മൾ സാധാരണയായിട്ട് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. എക്സ്ട്രാ കുറച്ചുകൂടി, അതായത് ഒരാളുടെ ബാലൻസ്ഡ് ഡയറ്റിൽ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. പൾസസ് വേണം, സിറിയൽസ്, ഗ്രീൻ വെജിറ്റബിൾസ്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്നൊക്കെ പറഞ്ഞാൽ അത് കമ്പൽസറി ആണ്. നമ്മൾ കഴിച്ചാൽ അത്രയും നല്ല ഗുണങ്ങളാണ് കിട്ടുക. പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക ഒരു നേരത്തെ ഭക്ഷണത്തില്. പിന്നെ മിൽക്ക് വേണമെങ്കിൽ കഴിക്കാം.
പിന്നെ അതുപോലെ തന്നെ ഫാറ്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അല്ലെ, അതായത് നമ്മൾക്ക് നമ്മുടെ ആഹാരത്തിലൂടെ കഴിക്കുന്ന അല്ലെങ്കിൽ കിട്ടുന്ന നല്ല ഗുഡ് ഫാറ്റുകൾ ഉണ്ട്. അതായത് ഗുഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കോക്കനട്ട് ഓയിൽ എടുക്കാം, അതുപോലെ ബട്ടർ എടുക്കാം, അതുപോലെ തന്നെ ചീസ് എടുക്കാം. അങ്ങനെ നല്ല ഗുഡ് ആയിട്ടുള്ള ഫാറ്റുകൾ ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ആവശ്യമാണ്. ഫാറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എണ്ണയിൽ വറുത്ത് കോരി എടുക്കുന്ന ഐറ്റംസ് ആണെന്ന് വിചാരിക്കരുത്. നല്ല നല്ല ഐറ്റംസ്, നല്ല നമുക്ക് ഫാറ്റ് കിട്ടുന്ന ഐറ്റംസ് ഉണ്ട്. അപ്പൊ അത് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മീറ്റും ഫിഷും ഒക്കെ ഉൾപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് മാത്രം ഷുഗർ എടുത്തിട്ട് 30 ഗ്രാംസ് ആണ് അല്ലെ, ഏറ്റവും കുറവെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. 30 ഗ്രാംസും 40 ഗ്രാംസും, അതായത് 4 to 6 ഇയേഴ്സ് ആകുമ്പോൾ 40 ഗ്രാംസ്, ഷുഗർ ആൻഡ് ജഗറി 1-3 ഇയേഴ്സ് ആകുമ്പോൾ 30 ഗ്രാംസ്. അപ്പൊ അത്രയും മാത്രമാണ് വരിക. ഓക്കെ, ഒരു ദിവസത്തെ കുട്ടിയുടെ ഒരു ഇതിൽ കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഇതില് ഇപ്പൊ വൈകി കയറിയവരിൽ ആരെങ്കിലും കലോറി ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രസന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. കലോറി ചാർട്ട് ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? വൈകി കയറിയവര് ഇല്ല. മാം ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ആ, നമ്മൾക്ക് ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ വരുമ്പോ ഇപ്പൊ ഈ പറഞ്ഞില്ലേ 1 to 3 ഇയേഴ്സ് കുട്ടികൾക്ക് ഇത്ര ഗ്രാം ആണ് പൾസസ് ഒക്കെ ആവശ്യം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ, ആ ഇത്ര ഗ്രാം നമ്മൾ ഓർത്ത് വെക്കണോ? വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. ചില ടീച്ചേഴ്സ് ഇടാം, എന്നാലും ഞാനാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അങ്ങനെ ഇടില്ല, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നിങ്ങളത് ഓർത്ത് ബൈഹാർട്ടൊന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു അവയർനെസ് കിട്ടിയാൽ മതി, ഇത്ര ഗ്രാം ആണ്. അത് ബൈഹാർട്ട് പഠിച്ചു വെക്കണ്ട കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. അടുത്ത ചാപ്റ്റർ യൂണിറ്റ് 7 ഹെൽത്ത് കെയർ ആണ് കേട്ടോ. യൂണിറ്റ് 7 ഹെൽത്ത് കെയർ, ആരോഗ്യ സംരക്ഷണം, അതിനെ കുറിച്ചിട്ടാണ്. അതിനകത്ത് ഇമ്മ്യൂണൈസേഷൻ, പലതരത്തിലുള്ള രോഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ ആ ഒരു ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്യാം. വായിച്ചതിന് ശേഷം തമ്പ് ചെയ്യാം കേട്ടോ.
ഓക്കെ, എല്ലാവരും വായിച്ചെന്ന് കരുതുന്നു. അപ്പൊ നമ്മള് ഈ ഒരു PDF അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കോമൺ ആയിട്ട് ചില കാര്യങ്ങള് ഡിസീസസിനെ കുറിച്ച് അറിയാനുണ്ട്. ഓക്കെ, ഇതിനകത്ത് പലതരത്തിലുള്ള ഡിസീസസ് ആണ് പറയുന്നത്. അതിന്റെ ഇമ്മ്യൂണൈസേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പായിട്ട് നമുക്ക് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പൊ അതിനകത്തോട്ട് നമുക്ക് കടക്കാം, എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മുടെ WHO ഹെൽത്ത്, അതായത് ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിനെ, നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഒന്നാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. ലോകാരോഗ്യ സംഘടന ഹെൽത്തിനെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഡെഫിനിഷൻ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അത് തന്നെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന കേട്ടോ, WHO. അറിയാമോ? അറിയാം? ആരതി അറിയാമെങ്കിൽ ഒന്ന് പറയൂ, എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഈ ഹെൽത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഇതാവുന്നതെന്ന് അറിയുള്ളൂ മാം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയാം. WHO defines health as a mental, physical and social well-being. അതാണ് WHO ഹെൽത്തിനെ കുറിച്ച് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ കേട്ടോ. ഒന്നുകൂടി ഞാൻ പറയാം. WHO defines health as mental, physical and social well-being. എല്ലാവരും കേട്ടോ? എഴുതിയെടുത്തോളൂ കേട്ടോ. WHO defines health as mental, physical and social well-being. ഒരാള് പറഞ്ഞു ഒന്ന്, ജിൻസി ഒന്ന് പറയാമോ? ജിൻസി, ജിൻസ് എന്നാണോ പേര്? ജിൻസി എന്നാണോ? ശരിക്കും ജിൻസ് എന്നാണ് മാം. ഞാനിപ്പോ പറഞ്ഞ കാര്യം ഒന്ന് പറഞ്ഞേ. ഹെൽത്ത് ആസ് മെന്റൽ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ഓക്കെ, അപ്പൊ ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് മാനസികവും ശാരീരികവും സാമൂഹികവുമായ സുസ്ഥിതി, മീൻസ് വെൽഫെയർ, ക്ഷേമം എന്നാണ് കേട്ടോ. അതായത് നിങ്ങളിപ്പോ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയോ? ജിഷു ടീച്ചർ എടുക്കുന്ന മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. അത് കംപ്ലീറ്റ് ആയല്ലേ? അതിനകത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. അതായത് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയതുകൊണ്ട് മാത്രം നമ്മൾ ഹെൽത്തി ആകണം എന്നില്ല അല്ലെ. നമ്മുടെ മൈൻഡ് റിലാക്സ് ആവണം. അതുപോലെ തന്നെ നമ്മൾക്ക്, അതായത് നമ്മൾക്ക് ടെൻഷൻസോ സ്ട്രെസ്സോ കാര്യങ്ങളോ ഇല്ലാതിരിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഹെൽത്തി വെൽബീയിങ് നമുക്ക് ഒരാളെ പറയാനായിട്ട് പറ്റും. നമ്മുടെ കയ്യിൽ ധാരാളം പണം ഉണ്ടായിട്ട് കാര്യമില്ല അല്ലെ. കുറെ കാറുകളുണ്ട്, വലിയ വീടുണ്ട്, നല്ല ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ നമുക്ക് വീട്ടില് നമുക്ക് എപ്പോഴും വഴക്കാണ്, നമുക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല എങ്കിൽ ദാറ്റ് ഈസ് നോട്ട് വെൽബീയിങ്. അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? അയാള് എന്താണ്, എല്ലാ തരത്തിലും ആരോഗ്യവാനാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ എപ്പോഴും മനുഷ്യന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അല്ലെ. അപ്പോ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ആരോഗ്യവാനായിരിക്കുന്നതിന് 3 ഘടകങ്ങളാണുള്ളത്. ഒന്ന്, അദ്ദേഹം ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. അദ്ദേഹത്തിന് ആരോഗ്യം നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം അല്ലെ. അതായത് നല്ല ഫുഡ് കഴിക്കുക അല്ലെ, ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക, നല്ല എക്സസൈസ് ചെയ്യുക. അപ്പൊ നമുക്ക് നല്ലൊരു ശരീരം നമുക്ക് കിട്ടില്ലേ? കിട്ടോ ഇല്ലയോ? നിങ്ങൾ പറയൂ. കിട്ടും കിട്ടും അല്ലെ. നല്ല നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ബാലൻസ്ഡ് ഡയറ്റ് ഒക്കെ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഓൾമോസ്റ്റ് ഏകദേശം ഫിറ്റ് ആകും അല്ലെ. ഓക്കെ, പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമാവില്ല. അതായത് നമ്മൾ ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം, മെന്റലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം. അതായത് നമുക്ക് സ്ട്രെസ് കാര്യങ്ങൾ ഉണ്ടാവാനായിട്ട് പാടില്ല, നമുക്ക് ടെൻഷൻസ് ഒക്കെ കുറവായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന മറ്റു കാര്യങ്ങൾ, നമ്മളെ അഴുത്തുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലി നമ്മൾ എന്താവില്ല, ഫിറ്റ് ആവില്ല.
ഓക്കെ. അപ്പൊ നമ്മള് മെന്റലി നമ്മൾ ഫിറ്റ് ആവില്ല. അതായത് ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം, മെന്റലി നമ്മൾ കേപ്പബിൾ ആയിരിക്കണം. ഓക്കെ. അടുത്തത് പറയുന്നത് സോഷ്യൽ വെൽബീയിങ് ആണ്. അതായത് സമൂഹവുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യണം. കൂടുതലായിട്ട് എന്ത് ചെയ്തിരിക്കണം? ഇന്ററാക്ട് ചെയ്യണം. നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണ്, നമ്മള് മെന്റലി ഓക്കെ ആണ്. അത് മാത്രമല്ല, നമ്മുടെ സമൂഹവുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യണം. അതായത് മറ്റുള്ള ആളുകളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ. അതായത് ഒരു കോണ്ടാക്ട് വേണം. മനുഷ്യരായാല് മറ്റുള്ള സഹജീവികളുമായിട്ട് എങ്ങനെ, അവരുമായിട്ട് ഒത്തുചേർന്ന് എങ്ങനെ മുന്നോട്ട് പോകാം, ആളുകളുടെ കൂടെ എങ്ങനെ സഹകരിക്കാം എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോ ഈ ഒരു സോഷ്യൽ വെൽബീയിങ് എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ ഫാമിലിയും കൂടി വരും. അതായത് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയാണ്, അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. അവരുടെ പഠനത്തില് അവര് കുറെ നാള് ഗവേഷണങ്ങൾക്ക് ശേഷം അവര് റിപ്പോർട്ട് തയ്യാറാക്കി. അവരുടെ പഠനത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഏറ്റവും കൂടുതൽ എന്താ പറയാ ആയുസ്സുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ദീർഘായുസോടെ ജീവിക്കുന്ന ആളുകള്, അല്ലെങ്കിൽ എന്താ പറയാ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ എന്ന് പറഞ്ഞാല് അവര് കുടുംബവുമായിട്ടും അതുപോലെ തന്നെ ഫാമിലി അല്ലെങ്കിൽ സമൂഹവുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നവരാണ്. അതായത് കുടുംബത്തോടൊപ്പം ഫാമിലിയോടൊപ്പം ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആളുകള്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫാമിലിയുമായിട്ടൊക്കെ എന്താ പറയാ സന്തോഷ നിമിഷങ്ങൾ പങ്കിടുന്ന ആളുകള്, ഇവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളതെന്നാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനം തെളിയിക്കുന്നത്. ഓക്കെ. ക്ലിയർ ആയോ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? ആ. അപ്പോ ഇത്തരത്തിൽ, അതായത് പെട്ടെന്ന് മരിച്ചു പോകുന്ന ആളുകള്, അല്ലെങ്കിൽ പെട്ടെന്ന് നര വരുന്ന ആളുകള്, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാല് ഫാമിലി ആയിട്ട് അധികം ഇന്ററാക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണെന്നാണ് ഞാൻ പറയുന്നതല്ല കേട്ടോ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനം തെളിയിക്കുന്നത്. അപ്പോ നമ്മൾ ഫിസിക്കലി നമ്മൾ ഓക്കെ ആവണം, മെന്റലി നമ്മൾ ഓക്കെ ആവണം, സോഷ്യലി നമ്മൾ ഓക്കെ ആവണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഒരു മനുഷ്യൻ ആരോഗ്യവാനാണെന്ന് WHO പറയുന്നത്. ഓക്കെ. ഞാൻ ഈ ഇടക്ക് ന്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ന്യൂസ് വെച്ചപ്പോഴ് ന്യൂസില് ആ ന്യൂസ് റീഡർ ഒരു ലോകത്തെ ഒരു ജനതയെ കുറിച്ചിട്ട് പറഞ്ഞു. ജപ്പാൻകാരാണ്. ജപ്പാനിലെ സ്പെസിഫിക് ആയിട്ട് ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നും അറിയില്ല. കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആരും കണ്ടിട്ടില്ല. ഓക്കെ. അപ്പൊ ജപ്പാനിലെ ഒരു ഗ്രാമമാണ്. അപ്പോ ആ ഗ്രാമത്തിലുള്ള ആളുകളാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ആളുകൾ. അതായത് ഏറ്റവും കൂടുതൽ ദീർഘായുസുള്ള ആളുകൾ എന്ന് പറഞ്ഞാല് ജപ്പാനിലെ ആ ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ച് പലതരത്തിലുള്ള പഠനങ്ങൾ കുറെ നാളുകളായിട്ട്, കാരണം 107 വയസ്സും 110 വയസ്സുമായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ആരോഗ്യവാന്മാരായിട്ട് ജോലി എടുത്താണ് അവിടെ ജീവിക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, നമ്മുടെ നാട്ടില് 50, 60, 65 ആ ഒരു വയസ്സാവുമ്പോ തന്നെ ആളുകൾ ഹാർട്ട് അറ്റാക്ക് മൂലം മരിക്കാണ് ഉണ്ടാവുന്നത്, അല്ലെ? ശരിയാണോ ഞാൻ പറയുന്നത്? റീസെന്റ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമല്ലേ അത്, പെട്ടെന്ന് തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോവുക. പക്ഷെ ആ ജപ്പാനിലെ ആ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞാല് അവര് 107 വയസ്സിലും 110 വയസ്സിലും ജോലി എടുത്ത് ജീവിക്കുന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്രമാത്രം അതാണ് അത്ര. കാരണം ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ദീർഘായുസുള്ള ആളുകൾ ജീവിക്കുന്ന സ്ഥലം ജപ്പാനിലെ ആ ഗ്രാമമാണ്. അപ്പൊ കുറേയധികം, അതായത് കുറേയധികം പഠനങ്ങൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്ര ദീർഘായുസ് കൂടാനായിട്ട് കാരണം എന്നുള്ള കുറെ പഠനങ്ങൾ, അതായത് മറ്റു രാജ്യങ്ങൾ, അമേരിക്ക, റഷ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ കുറെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ റീസെന്റ് ആയിട്ട് അമേരിക്കയിലെ ഒരു സംഘടന നടത്തിയ പഠനത്തില് വന്നിട്ടുള്ള കാര്യമാണ് ആ ന്യൂസ് റിപ്പോർട്ടർ പറഞ്ഞത്. അത് പറഞ്ഞ കാര്യം ഇതാണ്, അവിടുത്തെ ഒരു ആ ഗ്രാമം എന്ന് പറഞ്ഞാല് വളരെ ചെറുതാണ്, വളരെ കുറച്ചു പേരാ മാത്രമാണ് അവിടെ ജീവിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ജനസംഖ്യയോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ഇല്ല, വളരെ കുറച്ചു പേരാണ് അവിടെ ഉള്ളൂ. പക്ഷെ കുറച്ചു പേരെന്ന് പറയുന്നത് അവരെല്ലാവരും എന്താണ്, ഒരു ഗ്രൂപ്പായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് അവരുടെ ഭക്ഷണം അവര് ഡിസൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ അവർ ഏർപ്പെടുന്നത്, അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നത് ഒക്കെ ഒരു ഗ്രൂപ്പായിട്ടാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ, അതായത് അവരൊരു ബാലൻസ്ഡ് ഡയറ്റ് ആണ് അവര് എന്താ പറയാ ഫോളോ ചെയ്തു വരുന്നത്. അതായത് കൂടുതൽ ഇലവർഗ്ഗങ്ങൾ കഴിക്കുക, അതുപോലെ തന്നെ റൈസ് ഉൾപ്പെടുത്തുക ആഹാരത്തില്, അതുപോലെ തന്നെ മറ്റ് മീറ്റ്, അതായത് അവര് മാംസം അങ്ങനെ
അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം കഴിക്കില്ല. മീനാണ് ഏറ്റവും കൂടുതൽ. ഒക്കിനോ ലാൻഡ് ജപ്പാൻ. ഓക്കെ, അതായത് ഏറ്റവും കൂടുതൽ ഫിഷ് ആണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ പച്ചക്കറി ഐറ്റംസ്, വെജിറ്റബിൾസ് ഐറ്റംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഫുഡിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ ആളുകൾ, അതായത് അവിടെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് ഗ്രൂപ്പ് വൈസ് ആയിട്ട് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നു. അതായത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, വെറുതെ ഇരിക്കുന്നില്ല. അവിടത്തെ ഉള്ള ഒരാളുകളും ഒരു നേരവും വെറുതെ ഇരിക്കുന്നില്ല, എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോ ഇവിടെയുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ അധികം രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ പിടിപെടുന്നില്ല. കാരണം അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. ആ ഒരു ഗ്രാമത്തിലുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു എന്താ പറയാ, നല്ല ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു ജനതയാണ് അവിടെ ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞാല്. ഓക്കെ, അപ്പോ ഈ ഒരു രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ WHO പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഒരു മനുഷ്യന് ശാരീരികമായിട്ട്, മാനസികമായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള ഒരു വെൽബീയിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസം. അതായത് നമുക്ക് രോഗങ്ങൾ വരുന്നതിന് പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് കാരണങ്ങളാണ്, അല്ലെ? റീസൺ, അതൊക്കെ ഓരോ കോസസ് ആണ്. എന്തൊക്കെയാണ് മൈക്രോ ഓർഗാനിസം നമുക്ക് രോഗങ്ങൾ വരുത്തുന്ന, നമുക്ക് ഡിസീസ് വരുത്തുന്ന മൈക്രോ ഓർഗാനിസം എന്തൊക്കെയാ ഒന്ന് പറയാമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്? ആരാണ് രോഗവാഹകരാരാണ്? നമ്മളുടെ ഇമ്മ്യൂണിറ്റി കുറവ് കാരണം ഉണ്ടാകുന്ന ആബ്സൻസ് ഓഫ് ഇമ്മ്യൂണിറ്റിയാണ് രോഗത്തിന് മെയിൻ കാരണം. എന്താണ് അതിൽ? നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവ് കൊണ്ടാണ് രോഗം നമുക്ക് പെട്ടെന്ന് ഇതാവുന്നത്. ബാക്ടീരിയ, വൈറസ്. ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഓക്കെ. ഇത്രയും ഘടകങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അവരാണ് നമ്മൾക്ക് രോഗങ്ങൾ വരുത്തുന്നത്. ഓക്കെ, അപ്പൊ രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികൾ എന്തൊക്കെയാണ്? ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ, ഫംഗി. ഓക്കെ, ഇത്രയും തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ്. ദെൻ അടുത്തൊരു കാറ്റഗറി ഞാൻ പറയാനായിട്ട് പോകുന്നത്, കേട്ടിരിക്കുക കേട്ടോ. ഡിസീസ് ദാറ്റ് സ്പ്രെഡ് വെരി ക്വിക്ലി ആൻഡ് ജനറലി known as. Disease that is spread very quickly or generally known as. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേര്. ഏത് പേരിലായിരിക്കും വളരെ വേഗത്തില് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത്? ഏതാ? Disease that is spread very quickly are generally known as epidemic. കണ്ടേജിയസ് ഇൻഫെക്ഷൻ ആണോ മാം? എപ്പിഡമിക് എന്നാ പറയുന്നത്. ടേം എപ്പിഡമിക് എന്നാ പറയുന്നത് കേട്ടോ. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേര് എപ്പിഡമിക് എന്നാണ്. എപ്പിഡമിക്. ഓക്കെ, മനസ്സിലായല്ലോ? മാം ഒന്നും കൂടെ പറയാവോ? Disease that is spread very quickly are generally known as. Very quickly are generally known as epidemic. Epidemic. ഇനി അടുത്തൊരു ടൈം ഞാൻ പറയാം. Diseases are known to exist in society for a long time and cannot be completely eradicated. ഒന്നുകൂടി പറയാം. Diseases are known to exist in society for a long time and cannot be completely eradicated. സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായും തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങളെ അറിയപ്പെടുന്ന പേര് എന്തായിരിക്കാം? സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായും തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങൾ ഏതാ?
പറയാൻ പറ്റുമോ? എൻഡമിക് കേട്ടിട്ടുണ്ടോ? എൻഡമിക് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എൻഡമിക്. ഓക്കെ. The next category എന്ന് പറയുന്നത് the disease of unknown cause are known as. കാരണം അറിയാത്ത രോഗങ്ങൾ unknown കേട്ടോ. unknown. Disease of unknown cause are known as. കാരണം അറിയാത്ത രോഗങ്ങളെ പൊതുവെ അറിയപ്പെടുന്ന പേരാണ്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ക്രിപ്റ്റോജനിക് ഡിസീസസ്. Cryptogenic diseases. മാം ഒന്നും കൂടി പറയോ? Disease of unknown. 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 Cause. 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 Are known as cryptogenic diseases. Cryptogenic diseases. The next one, diseases that spread rapidly from one country to another. Diseases that spread rapidly from one country to another. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ എന്താ അറിയപ്പെടുന്നേ? എങ്ങനെ അറിയപ്പെടുന്നേ? ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പടർന്നു പിടിക്കുന്ന രോഗങ്ങള് ഏത് പേരിൽ അറിയപ്പെടുന്നേ? അറിയാമോ? കേട്ടിട്ടുണ്ടാവും നിങ്ങള്. ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ്. കോവിഡ് ആയിരുന്നു. അതിന് പറയുന്ന പേരെന്താ? പാൻഡമിക്. കേട്ടിട്ടുണ്ടോ? പാൻഡമിക് കേട്ടിട്ടില്ല? Okay, disease that spread rapidly from one country to another. Pandemic. Okay. Next one, diseases that are transmitted from animals to humans. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് എന്താ? Zoonosis. Zoonosis. Diseases that are transmitted from animals to humans. Zoonosis. Zoonosis, ma'am. Zoonosis. Z double O. Zoonosis. The next one. Next ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. എന്നാലും ഞാൻ പറയാം. Diseases caused by wrong lifestyle. Diseases caused by wrong lifestyle. എന്താണ്? മനസ്സിലായോ പറഞ്ഞത്? തെറ്റായ ജീവിത ശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നേ? പറയൂ, എന്ത് പേരിൽ അറിയപ്പെടുന്നേ? Diseases caused by wrong lifestyle. അതായത് തെറ്റായ ജീവിത ശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ. കേട്ടിട്ടില്ല? ഞാൻ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഉത്തരം. എന്താണ് ആൻസർ?
തെറ്റായ ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ അഥവാ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഡയബറ്റീസ് ആണോ? എന്താണ്? ഡയബറ്റീസ് ആണോ? അത് പറയാം. ഇതിന്റെ ഡെഫിനിഷൻ ഇതാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്? എക്സാമ്പിൾ പറഞ്ഞു ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഇപ്പൊ സേതുലക്ഷ്മി ഒരെണ്ണം പറഞ്ഞു, ഡയബറ്റീസ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് അല്ലേ? ആണോ? അതെ അതെ. ആക്റ്റീവ് ആവും കേട്ടോ. കൊളസ്ട്രോൾ. മയങ്ങിയിരിക്കുവാണ്. ക്ഷീണമാണോ? തൈറോയിഡ്. തൈറോയിഡ്. ഓക്കെ. കൊളസ്ട്രോൾ. എന്താ? കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ. ഓക്കെ. പിന്നെ ഡിപ്രഷൻ. ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ അല്ലേ? പിന്നെ ഫാറ്റി ലിവർ. എന്താണ്? ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ. മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ടോ മിസ്സേ? എന്താണ്? മെന്റൽ ഡിസോർഡേഴ്സ് ഇതിനകത്ത് വരുന്നതാണോ? മെന്റൽ ഡിസോർഡേഴ്സും സ്ട്രെസ്സും കാര്യങ്ങളും. സ്ട്രോക്ക്. ഓക്കെ, വെരി ഗുഡ്. സ്ട്രോക്ക് വരുന്നതാണ്. PCOD. ഓക്കെ, PCOD, PCOS. ഓക്കെ, ഹോർമോണൽ ഇംബാലൻസ് ആണ്. ഓക്കെ, പിന്നെ ക്യാൻസർ വരുന്നുണ്ടോ മാം? യെസ്, ക്യാൻസർ ജീവിതശൈലി രോഗമാണ് കേട്ടോ. ക്യാൻസർ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. പിന്നെ ഒബിസിറ്റി, പൊണ്ണത്തടി ജീവിതശൈലി രോഗമാണ് കേട്ടോ. ഇപ്പൊ ഡയബറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹൈപ്പർ ടെൻഷൻ, ഒബിസിറ്റി, സ്ട്രോക്ക്, ഹാർട്ട് ഡിസീസ്, ഹൃദ്രോഗം. ഓക്കെ. പിന്നെ അതുപോലെ ക്യാൻസർ, സ്ട്രോക്ക്, PCOD, PCOS, തൈറോയിഡ് മുതലായിട്ടുള്ള ധാരാളം രോഗങ്ങളാണ് നമുക്ക് തെറ്റായ ജീവിതശൈലി കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഈ തെറ്റായ ജീവിതശൈലി അഥവാ റോങ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എന്താ? അതെങ്ങനെയാ ഉണ്ടാകുന്നത്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അത് ഉണ്ടാകുന്നത്? റോങ് ലൈഫ് സ്റ്റൈൽ. നമ്മൾ സമയത്തിന് ഫുഡ് എടുക്കാതിരിക്കുക, ഫിസിക്കലി ഫിറ്റായി ഇരിക്കാതിരിക്കുക, ആവശ്യമില്ലാതെ സ്ട്രെസ് എടുക്കുന്നതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ അസുഖങ്ങൾ വരാനുള്ള കാരണമാണ്. ന്യൂട്രീഷൻ അടങ്ങിയ ഫുഡുകൾ കഴിക്കാതിരിക്കുക. ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക, സമയത്ത് ഫുഡ് കഴിക്കാതിരിക്കുക, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ചെയ്യാതിരിക്കുക അല്ലെ? നമ്മുടെ ശരീരം എന്ത് ചെയ്യണം? മൂവ് ചെയ്യണ്ടേ? അനങ്ങണ്ടേ? വേണ്ടേ? ശരീരത്തിന് അനക്കം വേണം അല്ലെ? മൂവ്മെന്റ് വേണം. ഓക്കെ. എന്നാലാണ് മസിലൊക്കെ സ്ട്രോങ് ആയി നമ്മുടെ എന്താ പറയുക ഇന്റേണൽ ഓർഗൻസ് ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് അത് സഹായകരാവുള്ളൂ അല്ലെ? അപ്പോ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിന് മൂവ്മെന്റ് വേണം, നല്ല രീതിയിൽ ശരീരം അനങ്ങണം. അതുകൊണ്ടാണ് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ തെറ്റായ സമയത്ത് ഫുഡ് എടുക്കുക, അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയിൽ കൂടുതലായിട്ടുള്ള ഫുഡ് എടുക്കുക, അതും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ ഇൻടേക്ക് ചെയ്യാതിരിക്കുക. ഓക്കെ. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഈ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതാണ്, ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ള ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ ധാരാളം സ്ട്രെസ് അനുഭവിക്കുക അല്ലെ? സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് പലതരത്തിലുള്ള ടെൻഷൻസും സ്ത്രീകൾക്കുണ്ട്, പുരുഷന്മാർക്കുണ്ട്. എന്നാലും സ്ത്രീകളെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത്. കാരണം അവർക്ക് പല കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുണ്ടാവും, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കാനുണ്ടാവും. ജോലിക്ക് പോകുന്ന സ്ത്രീ ആണെങ്കിൽ ആ ഒരു ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ധാരാളം പ്രശ്നങ്ങള് വ്യക്തികളെ അല്ലെങ്കിൽ സ്ത്രീകളെയൊക്കെ അലട്ടുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓവർതിങ്ക് ചെയ്ത് കൂടുതൽ ചിന്തിച്ച് നമുക്ക് സ്ട്രെസ് വരികയും സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുകയും അതിലൂടെ നമുക്ക് രോഗങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണത്. അതായത് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളിൽ എന്തുണ്ടാകും? വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഓക്കെ, അപ്പോ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നല്ലൊരു ലൈഫ് സ്റ്റൈലിലൂടെ പോവാന്നുള്ളതാണ് കേട്ടോ. ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ നല്ലൊരു എക്സസൈസ് ചെയ്യുക. അതായത് ഫിസിക്കൽ ആക്ടിവിറ്റി നിർബന്ധമായിട്ടും ഒരു ദിവസം ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, അതായത് എപ്പോഴും മടി പിടിച്ചിരിക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ എന്താ പറയാ എപ്പോഴും ഉറങ്ങുന്ന ശീലം അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് കൂടുതൽ ആക്റ്റീവ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ സ്ട്രെസ്സും മറ്റൊക്കെ ഉണ്ടെങ്കിൽ സ്ട്രെസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മൾ നല്ലൊരു ലൈഫ് സ്റ്റൈല് ആണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ നമുക്ക് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അത് ഫിസിക്കലായിട്ട് വിസിബിൾ ആകും, മെന്റലി നമുക്ക് ഒരു കംഫർട്ട് അനുഭവിക്കാൻ കഴിയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇപ്പൊ നാളത്തേക്ക് ഞാനൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, അതായത് കഴിഞ്ഞ ആഴ്ച തന്നതാണ്. അത് എത്ര പേര് നാളെ ചെയ്യും? ഒന്ന് തമ്പ് ചെയ്യാമോ? എത്ര പേരാ നാളെ ചെയ്യുന്നത്? എല്ലാവരും ചെയ്യണം കേട്ടോ. നാളെയും എന്റെ ക്ലാസ് തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിക്കും, കൃത്യമായിട്ട് കാലറി കണക്ക് കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കാം. 1 വീക്കിലത്താണോ 1 ഡേയ്സിലാണോ? വീക്കെൻഡ് ആണെങ്കിൽ അത്രയും നല്ലത്. വീക്കെൻഡ് പ്രിപ്പയർ ചെയ്യാം. ഒരു ദിവസമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് അധികം പറയാനില്ലല്ലോ. നമുക്കറിയാമല്ലോ ഒരു ദിവസം അല്ലല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, ഒരാഴ്ച മൊത്തം ഭക്ഷണം കഴിക്കാറില്ലേ. അപ്പോ അത് നേടിക്കൊണ്ട് വന്നാലും വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ബാലൻസ്ഡ് ഡയറ്റിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ബാലൻസ്ഡ് ഡയറ്റ് മാത്രമല്ല, നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ്. അപ്പൊ ആദ്യമൊക്കെ നമുക്ക് കുറച്ച് മടിയും എത്ര പേര് ചെയ്യുന്നുണ്ട് ഇവിടെ എക്സസൈസും കാര്യങ്ങളൊക്കെ എത്ര പേര് ചെയ്യുന്നുണ്ട്? ആരതി ചെയ്യുന്നുണ്ട്, സബിത ചെയ്യുന്നുണ്ട്, ഫാത്തിമ, ശ്രുതിലക്ഷ്മി, സേതുലക്ഷ്മി അവരൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ? ഓക്കെ, ശ്രുതിലക്ഷ്മി ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യം. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങളുടെ ഫുഡിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഒരുവിധം കാര്യങ്ങൾ, അതായത് അധികം അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരാതെ നമുക്ക് തടയാനായിട്ട് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും 30 കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ ശ്രദ്ധിക്കണം. ഓക്കെ, കുറച്ചും കൂടി നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ആണ് എടുക്കുന്നത്. ഇനി നാളത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നാളത്തെ ക്ലാസ്സിൽ പറയാവുന്നതാണ്. ആർക്കെങ്കിലും തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ PCOD പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലൊക്കെ നാളെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ അതും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരാം കേട്ടോ. സേതുലക്ഷ്മി, അതായത് കലോറി നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഫുഡിന്റെ കലോറി എഴുതിക്കൊണ്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരാഴ്ച കഴിക്കുന്ന ഫുഡിന്റെ ആണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പൊ രാവിലെ ഇഡ്ഡലി കഴിച്ചു, സാമ്പാർ കഴിച്ചു, നമ്മൾ ഇത്ര കലോറി. മിസ് അത് മനസ്സിലായി. പക്ഷെ അത് ആ കലോറീസ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഞാൻ കുറച്ച് ക്ലാസ്സിൽ കേറിയില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു. വൈൻഡപ്പ് ചെയ്യാനായിട്ട് സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടോ? തോട്ട് പറയണം, സൈൻ ഇൻ ചെയ്യണം, സൈൻ ഔട്ട് ചെയ്യണം, പ്രയർ ചെയ്യണം. തലേ ദിവസം തന്നെ ഗ്രൂപ്പിൽ ഒന്ന് ഡിസ്കസ് ചെയ്യുക ആരൊക്കെയാണ് പിറ്റേ ദിവസം ഇത് ചെയ്യുന്നതെന്ന് കേട്ടോ. കുറച്ചും കൂടി ആക്റ്റീവ് ആവുക, എനർജറ്റിക് ആയിട്ടിരിക്കുക. ഓക്കെ, സൈൻ ഔട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.